നമസ്കാരം. അഭിനന്ദൻ വർത്തമാന്റെ ധീരതയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അണിയറ ആരംഭിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ ചരിത്രത്തിലേക്കാണ് അണിയറ ഇത്തവണ ക്യാമറ വയ്ക്കുന്നത്. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കൺതുറന്നു. പാർലമെന്റിൽ ജവഹർലാൽ നെഹ്റു ചരിത്ര പ്രസംഗം നടത്തുമ്പോൾ ലോകത്ത് ഒരു രാജ്യം കൂടി പുതുതായി രൂപം കൊള്ളുകയായിരുന്നു: പാകിസ്ഥാൻ. ഭിന്നിപ്പിന്റെ മതാത്മക രാഷ്ട്രീയം എല്ലാ കാലവും നിലനിൽക്കാനാണ് സ്വാതന്ത്ര്യം തന്നപ്പോൾ ഇന്ത്യയെ കീറിമുറിച്ച് ബ്രിട്ടീഷുകാർ നാടുവിട്ടത്. സ്വാതന്ത്ര്യമെന്ന മോഹന വാഗ്ദാനത്തിനുമേൽ മറ്റൊന്നും അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ ആലോചിച്ചില്ല. വിഭജനം വേണ്ടെന്ന ശബ്ദമുയർത്താൻ ആരും അത്ര കണ്ട് ശ്രമിച്ചതുമില്ല. അങ്ങനെ ഒരുപാട് കാലം ഒന്നായിരുന്നവർ ഇരുവഴി പിരിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനുമുണ്ടായി. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെയും മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെയും രാഷ്ട്രീയ അധികാര സ്ഥാനത്തേക്ക് ഉയർന്നു. പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലം പാകിസ്ഥാന്റെ ജനനം തന്നെയാണ്. ഒരു തരത്തിലുള്ള ജന്മദോഷത്തോടെ ആവിർഭവിച്ച രാഷ്ട്രമാണ് പാകിസ്ഥാൻ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയി രൂപീകൃതമായ ഒരു രാജ്യം. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു സഹോദര ഭാവം കൂടി ഈ രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്. പക്ഷെ അതൊന്നും ഓർക്കാതെയാണ് ആജന്മ ശത്രുക്കളെ പോലുള്ള പെരുമാറ്റം. ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ബ്രിട്ടീഷുകാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. മൗണ്ട് ബാറ്റന്റെ തീരുമാനങ്ങൾ അക്കാലത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വലിയ എതിർപ്പുയർത്താതെ അംഗീകരിക്കുകയാണ് ചെയ്തത്. വിഭജനത്തിന്റെ മാസ്റ്റർ പ്ലാൻ വളരെ മുൻപേ തയ്യാറായിരുന്നു. മൗണ്ട് ബാറ്റൻ മുന്നോട്ടുവെച്ച വിഭജന യുക്തി 1947 ജൂൺ 3 തന്നെ അന്നത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗീകരിച്ചിരുന്നു. എതിർപ്പറയിച്ച ഗാന്ധിജിയെ നെഹ്റുവും പട്ടേലും ചേർന്ന് അനുനയിപ്പിച്ചു. അഭിപ്രായമറിയാൻ മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയെ സന്ദർശിച്ചു. വിഭജനത്തെ താങ്കൾ എതിർക്കില്ലെന്നാണ് പ്രതീക്ഷയെന്ന് മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയോട് പറഞ്ഞു. ഇതിനു മുൻപ് എപ്പോഴാണ് ഞാൻ താങ്കളെ എതിർത്തത് എന്നായിരുന്നു ഗാന്ധിജിയുടെ മറുചോദ്യം. തുടർന്ന് എല്ലാം പെട്ടെന്നായിരുന്നു. ലണ്ടനിൽ ബാരിസ്റ്ററായിരുന്ന സിറിൽ റാഡ്ക്ലിഫ് ഇന്ത്യയെ വിഭജിക്കാനുള്ള ചുമതലയുമായി രാജ്യത്തെത്തി. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ചേർത്ത് പാകിസ്ഥാനും ഹിന്ദു ഭൂരിപക്ഷ മേഖലകൾ ചേർത്ത് ഇന്ത്യയെ നിലനിർത്തുകയുമായിരുന്നു ലക്ഷ്യം. വിഭജന മേഖലകൾ സന്ദർശിക്കാനോ വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താനോ ഒന്നും റാഡ്ക്ലിഫിന് സമയം കിട്ടിയില്ല. തനിക്ക് തന്ന കണക്കുകൾ കൂട്ടിയും കിഴിച്ചും
റാഡ്ക്ലിഫ് പുതിയ ഇന്ത്യയും പാകിസ്ഥാനും വരച്ചു. പഞ്ചാബിലെ ഫലഭൂയിഷ്ടമായ ഗോതമ്പ് പാടങ്ങൾ രണ്ടായി മുറിക്കപ്പെട്ടു. ഇന്ത്യൻ മനസ്സും രണ്ടായി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പലായനങ്ങളിൽ ഒന്നുണ്ടായി. യാത്രക്കാരെ കുത്തി നിറച്ച് തീവണ്ടികളോടി. കയ്യിൽ കിട്ടിയതെല്ലാം വാരിപ്പെറുക്കി പതിനായിരങ്ങൾ സ്വപ്ന ജീവിതം തേടി യാത്രയായി. വിഭജനത്തിൽ ആഴത്തിൽ മുറിവേറ്റ ജനതയാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും. ഒരു കാലത്തൊന്നായിരുന്നവർ പിന്നീട് അകന്നു തുടങ്ങി ശത്രുതാ മനോഭാവത്തിലേക്ക്. ഇരു രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വങ്ങളും ഈ ശത്രുതാഭാവം ആളിക്കത്തിച്ചു. 1947 ആ രാഷ്ട്ര രൂപീകരണത്തോടൊപ്പം തന്നെ യുദ്ധമുണ്ടായി. 1965 യുദ്ധമുണ്ടായി. 1971 യുദ്ധമുണ്ടായി. അന്ന് പാകിസ്ഥാൻ്റെ പകുതി അവർക്ക് നഷ്ടപ്പെട്ടു. ഏറ്റവും അപമാനകരമായ പരാജയം പാകിസ്ഥാനുണ്ടായി. അവരുടെ 1 ലക്ഷത്തോളം സൈനികർ ഇന്ത്യയുടെ തടവുകാരായി പിടിക്കപ്പെട്ടു. ആദ്യ ഇന്ത്യ പാക് യുദ്ധം 1947 ഉണ്ടായത്. സ്വാതന്ത്ര്യം നേടിയ അതേ വർഷം തന്നെ. 1947 തന്നെ ഇരു രാജ്യങ്ങളും നേർക്കുനേർ പോരടിച്ചു. ഒന്നാം കശ്മീർ യുദ്ധം. ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വതന്ത്ര നാട്ടുരാജ്യമായി നിൽക്കാനാണ് കശ്മീർ ആഗ്രഹിച്ചത്. കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമോ എന്ന് പാകിസ്ഥാൻ ഭയപ്പെട്ടു. കശ്മീർ പിടിച്ചെടുക്കാനായി പാകിസ്ഥാൻ ശ്രമം തുടങ്ങി. 1947 ഒക്ടോബർ. പഠാൻ ഗിരിവർഗക്കാരെ മുൻനിർത്തി പാകിസ്ഥാൻ കശ്മീർ ആക്രമിച്ചു. സൈനിക അംഗബലം കുറവായിരുന്ന കശ്മീരിനെ സഹായിക്കാൻ ഇന്ത്യ രംഗത്തെത്തി. പോരാട്ടം കനത്തു. ഒടുവിൽ ഐക്യരാഷ്ട്ര സംഘടന ഇടപെട്ടു. UN നിർദ്ദേശപ്രകാരം 1948 ഡിസംബർ 31 വെടിനിർത്തൽ നിലവിൽ വന്നു. തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇന്ത്യക്ക് ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. 1965 ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായി തുറന്ന യുദ്ധത്തിലേക്ക് എത്തുന്നത്. പാക് നുഴഞ്ഞുകയറ്റമാണ് യുദ്ധത്തിൽ കലാശിച്ചത്. ഉറി, പൂഞ്ച്, തുത്വാർ മേഖലകളിൽ കടന്നുകയറിയ പാക് സേന തന്ത്രപ്രധാന പാതയായ ഹാജിപുർ പിടിച്ചെടുത്തു. ഇന്ത്യക്ക് തിരിച്ചടിക്കാതെ മറ്റു വഴികളില്ലെന്നായി. സെപ്റ്റംബർ 1 പൂർണ്ണ യുദ്ധം ആരംഭിച്ചു. ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ പാക് സൈന്യം ഛിന്ന ഭിന്നമായി. ഇന്ത്യൻ സേന മുന്നേറി. സിയാൽകോട്ടിന്റെ ഒരു ഭാഗം പിടിച്ച ഇന്ത്യൻ സൈന്യം കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് കയറി ലഹോറിന്റെ തൊട്ടടുത്തുവരെ എത്തി. സിയാൽകോട്ടും ലഹോറും പിടിച്ചെടുക്കാൻ കഴിയുന്ന അവസ്ഥയായപ്പോഴേക്കും വെടിനിർത്തൽ വന്നു. അമേരിക്കയും അന്നത്തെ സോവിയറ്റ് യൂണിയനും ഇടപെടുകയായിരുന്നു. 1965 സെപ്റ്റംബർ 23 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. വീരമൃത്യു വരിച്ചത് 18 ഓഫീസർമാർ ഉൾപ്പെടെ 3264 ഇന്ത്യൻ സൈനികർ. കശ്മീരിന് പുറത്തേക്ക് ഇന്ത്യ പാക് സംഘർഷം നീണ്ടത് 1971 കിഴക്കൻ ബംഗാളായിരുന്നു ഇത്തവണ യുദ്ധഭൂമി. കശ്മീരിലല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ പോരടിക്കുന്നത് 1971 കിഴക്കൻ പാകിസ്ഥാനിൽ മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടം ശക്തമായി. അവാമി ലീഗ് പ്രവർത്തകർക്കെതിരെ കടുത്ത സൈനിക നടപടി ഉണ്ടായി തുടങ്ങി. അതോടെ ഇന്ത്യയുടെ ഭാഗമായ ബംഗാളിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടങ്ങി. സംഘർഷം നാൾക്ക് നാൾ മൂർച്ഛിച്ചു. 1971 ഡിസംബർ 3 ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകളുടെ ആക്രമണത്തിന് മുന്നിൽ കിഴക്കൻ ബംഗാളിലെ പാക് സേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 13 ദിവസത്തെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ കീഴടങ്ങൽ പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശ് രൂപം കൊണ്ടു. 1971 വീരമൃത്യു വരിച്ചത് 195 ഓഫീസർമാർ ഉൾപ്പെടെ 3843 ഇന്ത്യൻ സൈനികരാണ്.
1999 പാകിസ്ഥാൻ ചതിച്ചു. പ്രതികൂല കാലാവസ്ഥ മുതലെടുത്തായിരുന്നു ഇന്ത്യൻ ഭൂമിയിലേക്ക് പാക് സൈന്യം അന്ന് നുഴഞ്ഞുകയറിയത്. ഇന്ത്യ പാക് നേർക്കുനേർ പോരാട്ടം ഒടുവിലുണ്ടായത് 1999 കാർഗിൽ യുദ്ധം. നിയന്ത്രണരേഖ മറികടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് പാക് സേന നുഴഞ്ഞുകയറി. കാർഗിൽ ജില്ലയിലെ ചിലയിടങ്ങളിൽ പാക് സേന നിലയുറപ്പിച്ചു. യുദ്ധം കടുത്തതായിരുന്നു. മഞ്ഞുമലകൾക്കുമേൽ നിലയുറപ്പിച്ചിരുന്ന പാക് സൈനികരെ താഴ്വരയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ സേന നേരിട്ടത്. വ്യോമസേനയുടെ സഹായത്തോടെയായിരുന്നു ഇന്ത്യൻ മുന്നേറ്റം. യുദ്ധം 2.5 മാസം നീണ്ടു. 1999 ജൂലൈ 27 ഇന്ത്യ കാർഗിലിൽ വിജയം പ്രഖ്യാപിച്ചു. 500-ലധികം ഇന്ത്യൻ ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. പാകിസ്ഥാന് 4000 സൈനികരെയാണ് നഷ്ടമായത്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുകയാണ് പാകിസ്ഥാന്റെ എക്കാലത്തെയും ലക്ഷ്യം. കശ്മീരിലേക്ക് ഭീകരരെ പരിശീലിപ്പിച്ചയക്കുന്നത് ഇതിനുവേണ്ടിയാണ്. നിരന്തര ഏറ്റുമുട്ടലുകൾ കശ്മീരിന്റെ സ്വാതന്ത്ര്യവും സമാധാനവും തകർത്തിട്ട് എത്രയോ കാലമായി. കശ്മീരിലെ നഷ്ടങ്ങൾ വലുതാണ്. കാശ്മീർ പ്രശ്ന പരിഹാരത്തിന് ഒരു വഴിയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ ചർച്ചകൾ മുന്നോട്ട് പോകാത്തത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോൾ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇൻക്ലൂഡിംഗ് POK നമ്മുടെ അവിഭാജ്യ ഘടകമാണ്. 1989 മുതൽ 2002 വരെയുള്ള കണക്കുകൾ മാത്രമനുസരിച്ച് 40,000-ഓളം ആളുകൾ കശ്മീരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 4,600 സുരക്ഷാ സൈനികരും 13,500 പ്രദേശവാസികളും ഇതിൽ ഉൾപ്പെടുന്നു. 2019 ആയപ്പോഴേക്കും ഇത് എത്രയോ മടങ്ങ് ഉയർന്നിരിക്കുന്നു. 80,000-ലേറെ സംഘർഷങ്ങളാണ് 30 കൊല്ലത്തിനിടെ കശ്മീർ താഴ്വരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പാക് മണ്ണിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള ചുട്ട മറുപടിയാണ് 2016 ഇന്ത്യ നൽകിയത്. ഇന്ത്യയുടെ ആദ്യ മിന്നലാക്രമണം. ആദ്യം നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു. അത് വളരെ എഫക്റ്റീവായിട്ടിരുന്നു. പക്ഷേ അതുകൊണ്ട് അത് തീർന്നില്ല. ഇപ്പം നമ്മളൊരു സർജിക്കൽ എയർ സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ടും അത് തീരില്ല. എന്നുവെച്ചാൽ അൺലെസ് പാകിസ്ഥാൻ ചേഞ്ചസ് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇന്ത്യ. ഭീകരാക്രമണത്തിൽ പൊറുതിമുട്ടിയപ്പോൾ മുൻപ് 2 തവണ ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിരുന്നു. ആദ്യത്തേത് 2016 നിയന്ത്രണരേഖയ്ക്ക് അടുത്തുള്ള ഉറിയിൽ 18 ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണമുണ്ടായപ്പോൾ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. 2016 സെപ്റ്റംബർ 28 നിയന്ത്രണരേഖയ്ക്കപ്പുറം 500 മീറ്ററോളം ഉള്ളിൽ ചെന്ന് ഇന്ത്യ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു. 38 ഭീകരർ അന്ന് കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. 2 പാക് സൈനികരും മരിച്ചു. 2017 മെയ് 9 ഇന്ത്യ പാകിസ്ഥാനുമേൽ ആക്രമണം നടത്തി. അന്ന് നൌഷേര മേഖലയിലെ പാക് സൈനിക പോസ്റ്റുകൾ ഇന്ത്യൻ ആക്രമണത്തിൽ ചിഹ്ന ഭിന്നമായി. പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടി നൽകാതെ ഇന്ത്യക്ക് മുന്നോട്ടു പോകാൻ കഴിയുമായിരുന്നില്ല. കൃത്യവും ചടുലവുമായിരുന്നു ബാലാക്കോട്ടിലെ ഇന്ത്യൻ ആക്രമണം. നിലവിലെ ഇന്ത്യ പാക് സംഘർഷത്തിന് കാരണം പുൽവാമയിലുണ്ടായ ഭീകരാക്രമണമാണ്. 2019 ഫെബ്രുവരി 14 CRPF കോൺവോയിലെ 78 വാഹനങ്ങളിൽ ഒന്നിനു നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു. 40 CRPF ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. ഒട്ടനവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഫെബ്രുവരി 14 മുതൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം കുറേ നാളായി ഇത്ര വലിയൊരു ഭീകരാക്രമണം ഉണ്ടായിരുന്നില്ല. ഏകദേശം 18 വർഷമായി ഇത്ര തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കും എന്നുള്ളത്. അത് അദ്ദേഹം നിർവഹിച്ചു. 12 ദിവസം എടുത്തുവെങ്കിലും
വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ജെയ്ഷെ തലവൻ മസൂദ് അസർ നേരിട്ടാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. 1989 ശേഷം കശ്മീരിലുണ്ടായ വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് പുൽവാമയിലേത്. പുൽവാമ ആക്രമണത്തിന് മറുപടിയായി പാക് മണ്ണിലെ ഭീകര ക്യാമ്പുകൾ തകർക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. 2019 ഫെബ്രുവരി 26 പുൽവാമ ഭീകരാക്രമണം നടന്ന് 12-ാം ദിനം. ഗ്വാളിയോറിൽ നിന്ന് പറന്നു പൊങ്ങിയ ഇന്ത്യയുടെ മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ബലാക്കോട്ടിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. പുലർച്ചെ 3:45 ബലാക്കോട്ടിലെ ആക്രമണം. 3:48 മുസഫറാബാദിലും 3:58 ചക്കൂട്ടിയിലും ഇന്ത്യൻ പോർവിമാനങ്ങൾ ബോംബ് വർഷിച്ചു. 1971 ശേഷം ആദ്യമായിട്ടായിരുന്നു പാക് അതിർത്തി കടന്നുള്ള ഇന്ത്യൻ വ്യോമാക്രമണം. ആക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ എന്താണ് നടന്നതെന്ന് പാക് ഉന്നതോദ്യോഗസ്ഥർ പോലും അറിഞ്ഞുള്ളൂ. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു ഇന്ത്യൻ ആക്രമണം. ഫെബ്രുവരി 27 ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാക് യുദ്ധവിമാനങ്ങൾ പറന്നെത്തി. 3 F-16 യുദ്ധവിമാനങ്ങളാണ് നൌഷേര, പൂഞ്ച് മേഖലകളിലായി എത്തിയത്. കാവലായി നിയന്ത്രണരേഖയ്ക്ക് സമീപം JF-17 വിമാനങ്ങൾ വട്ടമിട്ടു. പാക് വിമാനങ്ങളെ തുരത്താൻ ശ്രീനഗർ വ്യോമതാവളത്തിൽ നിന്ന് ഇന്ത്യയുടെ MiG-21 ബൈസൺ വിമാനങ്ങൾ കുതിച്ചെത്തി. ഇതോടെ പാക് വിമാനങ്ങൾ തിരിച്ചു പറന്നു. പിന്നാലെ MiG-21 വിമാനങ്ങളും. നിയന്ത്രണരേഖയ്ക്ക് സമീപം പാക് വിമാനങ്ങൾ ബോംബിട്ടെങ്കിലും ആൾനാശമുണ്ടായില്ല. ഇന്ത്യയുടെ MiG-21 വിമാനങ്ങളിലൊന്ന് പറത്തിയിരുന്നത് തമിഴ്നാട് സ്വദേശി അഭിനന്ദൻ വർത്തമാനായിരുന്നു. അഭിനന്ദൻ തൊടുത്ത മിസൈൽ ഒരു പാക് F-16 യുദ്ധവിമാനത്തെ വീഴ്ത്തി. പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. അഭിനന്ദന്റെ വിമാനം F-16 നിന്നുള്ള മിസൈലേറ്റ് തകർന്നു. പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ട അഭിനന്ദൻ പാക് അധീന കശ്മീരിലാണ് പറന്നിറങ്ങിയത്. പ്രദേശവാസികൾ അഭിനന്ദനെ തിരിച്ചറിഞ്ഞപ്പോഴേക്കും പാക് റേഞ്ചേഴ്സ് എത്തി കസ്റ്റഡിയിലെടുത്തു. വിത്ത് ദ റിട്ടേൺ ഓഫ് വിംഗ് കമാൻഡർ അഭിനന്ദൻ, ആ പേര് പറയുമ്പം എനിക്ക് അങ്ങേരെ പറ്റി ഒരു 2 വാക്ക് പറയണം തോന്നുന്നു. ഇത്രയും ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഓഫീസർ, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രൈഡ് ഫോർ ദ ഹോൾ കൺട്രി. From his extreme professional skills, താഴെ വന്നിട്ട് his behavior has been exemplary. അഭിനന്ദനെ വെച്ച് വിലപേശാൻ പാകിസ്ഥാന് ഇന്ത്യ ഒരവസരവും നൽകിയില്ല. അഭിനന്ദനെ വിട്ടുകിട്ടാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടി ശക്തമായതോടെ അഭിനന്ദനെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ നിർബന്ധിതരാവുകയായിരുന്നു. പാകിസ്ഥാൻ ഇത് സൗഹൃദമാണ് എന്ന് പറയുകയും അതുപോലെ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരിക്കുകയാണ്. ധാരാളം സൈനികരും, ധാരാളം എന്ന് പറഞ്ഞാൽ 4-5 പേരൊക്കെ ഓരോ ദിവസവും മരിക്കുകയാണ്. അതുപോലെ സിവിലിയൻ കാഷ്വാലിറ്റീസും ധാരാളമുണ്ട്. ഇപ്പം ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ദർ ഇസ് നോ കൺട്രി വിച്ച് ഇസ് സപ്പോർട്ടിങ് പാകിസ്ഥാൻ. ഒരു കൺട്രിയും ഇല്ല. ഇപ്പം ചൈന, ദേ ഹാഡ് ഹോപ്സ് ഓൺ ചൈന. ചൈന ഹാസ് നോട്ട് ഗിവൻ എനി സപ്പോർട്ട്. So they were under tremendous international pressure. The Arab countries put pressure. So they had no option. That is one aspect. പാക് ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ പതറാതെ വീറോടെ നിന്ന അഭിനന്ദൻ ഇപ്പോൾ രാജ്യത്തിന്റെ ഹീറോയായി മാറിക്കഴിഞ്ഞു. അഭിനന്ദന് ബിഗ് സല്യൂട്ട്.
നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രാജ്യ താൽപ്പര്യം പണയം വയ്ക്കാനും വയ്യ. പാകിസ്ഥാൻ ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. അണിയറ പൂർത്തിയാവുകയാണ്. നമസ്കാരം. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതലാം, സസ്യശ്യാമലാം മാതരം, വന്ദേ